എൻ്റെ ജീവിതവുമായി മാറിയൊരു ഗെയിമാണിത്. ഏ ഞാൻ 8 വർഷമായി ഈ ഗെയിം പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്, കോച്ചിങ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങളുടെ നാട്ടിലുള്ളൊരു അക്കാദമിയിൽ ഇങ്ങനെ കോച്ചിങ് കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഗെയിം എന്ന് പറയണത് 8 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. ഇപ്പോൾ ഞാൻ ഈ ഗെയിം കളിക്കുന്നത് എൻ്റെ മേറ്റ്സ് അല്ല, എൻ്റെ സ്റ്റുഡൻസാണ്. അതായത് 8 ജനറേഷൻ കടന്നുപോയി, 8ാമത്തെ ജനറേഷനാണ് ഇപ്പോൾ ഞാൻ പ്രാക്ടീസ് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഗെയിമിൽ നിങ്ങൾ കാണുന്നുണ്ടാവും പല ആളുകളെയും ടാക്കിൾ അടിച്ചിടുന്നത്. പിന്നെ ചെറിയവരുണ്ട്, വലിയവരുണ്ട്. ചെറിയവർ അറിയണത് ഈ വർഷം സ്റ്റാർട്ട് ചെയ്ത ജനറേഷനിലുള്ളവരാണ്. പിന്നെ വലിയ ആളുകൾ അതിൻ്റെ മുമ്പത്തെ ജനറേഷനിലുള്ള ആളുകളുണ്ട്. പിന്നെ ഈ ഫീൽഡിൽ വരുമ്പോൾ കുറേ ആളുകളെ ഫസ്റ്റ് ജനറേഷനിലുള്ളവരൊക്കെ മാരേജൊക്കെ കഴിഞ്ഞ കുട്ടികളുണ്ട്. ആൺകുട്ടികൾ മാത്രമല്ല കേട്ടോ, പെൺകുട്ടികളും ഉണ്ട്. അപ്പോൾ ബോയ്സിൻ്റെ ഗെയിംസിൻ്റെ വീഡിയോസ് മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇതിൽ ടാക്കിൾ അടിക്കുന്നുണ്ട്. ടാക്കിൾ അടിക്കുമ്പോൾ എന്താ ബോൾ കൊണ്ടുപോകണം, ഓടുന്നവനെ ടാക്കിൾ അടിച്ചിടുക എന്നുള്ളതാണ് ഇതിൽ മെയിനായിട്ടുള്ളൊരിത്. എല്ലാവരും മറികടന്ന് പോയി ബോൾ ഒരു ലൈനിൻ്റെ അവിടെ വെക്കുക എന്നുള്ളതാണ് ഈ ഗെയിമിൻ്റെ പ്രത്യേകത. അപ്പോൾ ഈ ഗെയിമിൽ ഇങ്ങനെ ടാക്കിൾ അടിക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും. ഇനിയും എൻ്റെ പ്ലേയേഴ്സ് ടാക്കിൾ അടിക്കും, ഞാൻ അവരെയും ടാക്കിൾ അടിക്കും. പക്ഷേ ഗെയിം കഴിഞ്ഞാൽ ഇതൊന്നും ഓർമ്മ ഉണ്ടാവില്ല. ഞാൻ ആരെ ടാക്കിൾ അടിച്ച്, ഞാൻ ആരെ വീഴ്ത്തിയിട്ടതൊന്നും ആ ടൈമിൽ ഓർമ്മ ഉണ്ടാവില്ല. അതൊക്കെ ഗെയിം കഴിഞ്ഞാൽ മറക്കും. അതാണ് ഈ ഗെയിമിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. പിന്നെ ഞങ്ങൾ സാധാരണ ഈവനിങ് സെക്ഷനിലാണ് ക്യാമ്പ് ചെയ്യാറ്. മോർണിംഗ് ഉണ്ടാവാറുണ്ട്. ഇപ്പോൾ വെക്കേഷനായിട്ട് ആഴ്ചയിൽ 3 ദിവസമാണ് ഉണ്ടാവാറ്. അല്ലെങ്കിൽ ശനി ഞായറും ഇങ്ങനെ ക്യാമ്പ് ഉണ്ടാവാറുണ്ട്. ഫസ്റ്റ് വാമപ്പ് ചെയ്യും, പിന്നെ ഇതിൻ്റെ സ്കില്ലുകളൊക്കെ പ്രാക്ടീസ് ചെയ്യും. ഫുട്ബോൾ പോലുള്ളൊരു ഗെയിം തന്നെയാണിത്.